നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഓഡിയുടെ Q7 പറ്റിയാണ്. ഓക്കെ, ഫോക്സ് വാഗൻ്റെ തന്നെ പ്രീമിയം യൂണിറ്റ് ആണ് ഓഡി എന്നത്. 2004 നമ്മുടെ ഇന്ത്യയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിക്കുന്നത്. ആ ടൈമിൽ ഓഡിയുടെ A6, A8 എന്നിവയ്ക്കായിരുന്നു പുറത്തിറക്കിയിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2006 അവരുടെ 4ാമത്തെ വാഹനമായിട്ട് ഓഡിയുടെ Q7 നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത്. ഇത് ആ ഒരു സമയത്ത് ജർമ്മനിയിൽ നിന്നും CBU വഴിയാണ് ഇമ്പോർട്ട് ചെയ്തിരുന്നത്. അതായത് കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റ് ആയിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്. ഇത് ആ ഒരു ടൈമിൽ BMW X5ഉം അതുപോലെ തന്നെ മെഴ്സിഡീസ് ബെൻസിൻ്റെ M ക്ലാസ് എന്നിവയ്ക്കുള്ള ഒരു 4x4 ലക്ഷറി സെഗ്മെൻറ്റിലേക്ക് ഓഡി വളരെ കാലതാമസം വരുത്തിയ ഒരു പ്രവേശനമായിരുന്നു Q7 എന്നത്. ഇത് നമ്മുടെ ഇന്ത്യയിൽ വിപ്ലവം ഉണ്ടാക്കിയ ഒരു SUV എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ആ ഒരു ടൈമിൽ നമ്മുടെ ഇന്ത്യയിലെ SUV സെഗ്മെൻറ്റിലേക്ക്, അതായത് പ്രീമിയം SUVയിലേക്ക് ഒരുപാട് സെലിബ്രിറ്റീസും അതുപോലെ തന്നെ ബിസിനസ് ഉടമകളൊക്കെ പെട്ടെന്ന് സ്വീകരിച്ചൊരു വാഹനം തന്നെയായിരുന്നു ഈ ഒരു Q7. ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ ഡിസൈൻ തന്നെയായിരുന്നു. കാരണം വളരെ വലുതും അതുപോലെ തന്നെ അകത്തും വളരെ വലുതും വിശാലം തന്നെയായിരുന്നു. Q7 ഡിസൈൻ വലിപ്പം ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് തീർച്ചയായും അതിൻ്റെ പൂർത്തീകരണങ്ങളൊക്കെ വളരെയധികം കമ്പനി വിജയിക്കുക തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഫോക്സ് വാഗൻ്റെ ട്യൂആറിഗിൻ്റെ ഷാസിയായിട്ട് ഫീച്ചർ ചെയ്യുന്ന ഒരു 7 സീറ്റർ കോൺഫിഗറേഷനിലായിരുന്നു Q7 വന്നിരുന്നത്. ഇത് ഇന്ത്യയിലെ സെലിബ്രിറ്റീസ് ഒരുപാട് സ്വീകരിച്ചിരുന്നത് പോലെ തന്നെ വളരെ വലിയ ഫാമിലീസൊക്കെ ഈ ഒരു വാഹനം പെട്ടെന്ന് സ്വീകരിച്ചിരുന്നു. കാരണം അത്യാവശ്യം നല്ല ബിഗ്ഗറായിട്ടുള്ള ഒരു കാർ തന്നെയായിരുന്നു. മാത്രമല്ല ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിലുള്ള ബ്ലൂടൂത്ത് ടെലിഫോണും അതുപോലെ തന്നെ റിയർ സീറ്റിൽ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ ആയിട്ടൊക്കെ നൽകിയിരുന്നു. ഇതിൻ്റെ 4.2 ലിറ്റർ FSIയിൽ വാഹനത്തിൽ അഡാപ്റ്റീവ് എയർ സസ്പെൻഷൻ സിസ്റ്റം അതുപോലെ തന്നെ ഇലക്ട്രോണിക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡാമിംഗ് സിസ്റ്റം ഒക്കെ നൽകിയിരുന്നു. ഇത് ഗ്രൗണ്ട് ക്ലിയറൻസ് 180 mm to 240 mm വരെ ഉയർത്താൻ സാധിച്ചിരുന്നു. ഈ ഒരു 4.2 ലിറ്റർ V8 പെട്രോൾ എഞ്ചിൻ ഏകദേശം 344 bhp കരുതും അതുപോലെ തന്നെ 440 Nm ഓഫ് ടോർക്കായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. കൂടാതെ 3 ലിറ്റർ TDI ടെർബോ ഡീസൽ എഞ്ചിൻ ഏകദേശം 222 bhp കരുതും അതുപോലെ തന്നെ 500 Nm ഓഫ് ടോർക്കായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഈ രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളും 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനായിട്ടായിരുന്നു ബന്ധിപ്പിച്ചിരുന്നത്. ഈ ഒരു വാഹനം USA NHTSAയിൽ 5 out of 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ആയിരുന്നു നൽകിയിരുന്നത്. Q7 നിരവധി കാലഘട്ടങ്ങളിൽ നിരവധി വ്യത്യസ്തമായ എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ നൽകിയിരുന്നു. 2005 Q7 ഹൈബ്രിഡ് കോൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്നിരുന്നു. കൂടാതെ 2010 ഇതിൻ്റെ ഒരു 3 ലിറ്റർ TDI ഡീസൽ എഞ്ചിൻ V6ഓട് കൂടി വരുന്ന TDI ഡീസൽ എഞ്ചിൻ കൊണ്ടുവന്നിരുന്നത്. ഇത് ഏകദേശം 0 to 100 എത്താൻ 8.4 സെക്കൻഡുകളും അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 260 km/h. പക്ഷേ Q7 ഏറ്റവും രസകരമായ ഒരു ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് 2008 ഇവരൊരു V12 കൂടിയ ഒരു TDI ഡീസൽ എഞ്ചിൻ കൊണ്ടുവന്നിരുന്നു. ഒരു 6 ലിറ്റർ TDI ഡീസൽ എഞ്ചിൻ ഏകദേശം 493 HP കരുതും അതുപോലെ തന്നെ 1000 Nm ഓഫ് ടോർക്കായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഇത് ഓഡിയുടെ R10 TDI റേസിംഗ് കാറിനെ ബേസ് ചെയ്തായിരുന്നു ഈ ഒരു വാഹനം നിർമ്മിച്ചിരുന്നത്. ഇത് 0 to 100 തന്നെ ഏകദേശം 5.5 സെക്കൻഡുകൾ തന്നെ ധാരാളമായിരുന്നു. ഇത് നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ വില അന്ന് വന്നിരുന്നത്. അത് കമ്പനി അവകാശപ്പെട്ടത് ഇതായിരുന്നു, ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള V12 ഡീസൽ എഞ്ചിൻ എന്നായിരുന്നു കമ്പനി പറഞ്ഞിരുന്നത്. ഇത് 2600 കിലോഗ്രാമിന് മുകളിലായിരുന്നു ഇതിൻ്റെ ഒരു ഭാരം വന്നിരുന്നത്. പിന്നെ 2010 ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റഡ് പതിപ്പ്, അതായത് ഫ്രണ്ടും ബാക്കിലും പുതിയ LED ലൈറ്റ്സ് ഒക്കെ നൽകിക്കൊണ്ടുള്ള പുതിയൊരു ഫേസ് ലിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ 2015 ആയപ്പോഴേക്കായിരുന്നു ഇതിൻ്റെ ഒരു സെക്കൻഡ് ജനറേഷൻ പതിപ്പ് കൊണ്ടുവന്നിരുന്നത്. ഈ ഒരു പതിപ്പിൽ Q7 e-tron എന്ന് പറയുന്ന മോഡലും കൂടി അവതരിപ്പിച്ചിരുന്നു. ഇതിനൊരു 3 ലിറ്റർ TDI V6 ടെർബോ ഡീസൽ എഞ്ചിനും അതുപോലെ തന്നെ ഇലക്ട്രിക് മോട്ടോറോട് കൂടി വരുന്ന ഈ ഒരു എഞ്ചിൻ ഏകദേശം 225 HP കരുത്തും 600 Nm ഓഫ് ടോർക്കായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. പിന്നീട് 2020 ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്നിരുന്നത്. ഇതിന് പുതിയ റീഡിസൈൻ ചെയ്ത ഫ്രണ്ട് ബമ്പേഴ്സും അതുപോലെ തന്നെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ പുതിയ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, ഡ്യുവൽ ടച്ച് സ്ക്രീനോട് കൂടി വന്ന ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം അതുപോലെ തന്നെ പുതിയ ഡാഷ്ബോർഡ്, സെൻട്രൽ കൺസോൾ എല്ലാം തന്നെ അത്യാവശ്യം മാറ്റിയത് തന്നെയായിരുന്നു ചെയ്തിരുന്നത്. US കാനഡ മാർക്കറ്റിൽ ഈ ഒരു വാഹനത്തിന് എയർ സസ്പെൻഷനും അതുപോലെ തന്നെ ആൻറ്റി റോഡ് സ്റ്റെബിലൈസേഷൻ സിസ്റ്റമൊക്കെ സ്റ്റാൻഡേർഡായിട്ടൊക്കെ നൽകിയിരുന്നു. ഇതിൻ്റെ SQ7 TFSI വേരിയൻ്റ് ഏകദേശം ഒരു 4 ലിറ്റർ ടിൻ ടെർബോ ചാർജർ എഞ്ചിനായിരുന്നു നൽകിയിരുന്നത്. ഈ ഒരു V8 പെട്രോൾ എഞ്ചിനോട് വരുന്ന എഞ്ചിൻ ഏകദേശം 500 HPയും അതുപോലെ തന്നെ 700 Nm ഓഫ് ടോർക്കായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഇത് 0 to 100 തന്നെ ഏകദേശം 4.3 സെക്കൻഡുകളും അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 249 km/h. 2024 ഇപ്പോൾ അടുത്ത ഫേസ് ലിഫ്റ്റഡ് പതിപ്പ് കൊണ്ടുവരാൻ പോകുന്നത്. 28 നവംബറിലാണ് ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിന് പുതിയ റീഫ്രഷ് ചെയ്ത ഫ്രണ്ട് എൻഡും അതുപോലെ തന്നെ പുതിയ ഫ്രണ്ട് ഗ്രില്ല് കൂടാണ്ട് LED ഹെഡ് ലാംപ്സ് അതുപോലെ തന്നെ ഇന്റീരിയറിൽ 2 കളർ ഓപ്ഷൻസ് ഒക്കെ ആയിട്ടാണ് നൽകുന്നത്. ഇന്റീരിയറിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന മോഡലായി തന്നെ സാമ്യമായി തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതിൽ 3 സ്ക്രീനൊക്കെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒരെണ്ണം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും മറ്റൊന്ന് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം മറ്റൊന്ന് ക്ലൈമറ്റ് കൺട്രോൾസിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിന് കരുത്ത് പകരുന്നത് ഒരു 3 ലിറ്റർ V6 പെട്രോൾ എഞ്ചിനാണ്. ഇത് ഏകദേശം 335 bhp കരുത്തും 500 Nm ഓഫ് ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 0 to 100 തന്നെ ഏകദേശം 5.6 സെക്കൻഡും അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 250 km/h. ഇതിൻ്റെ വില വരാൻ പോകുന്നത് ഏകദേശം 97 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
Q7 ആദ്യ തലമുറക്കുണ്ടായിരുന്ന ആ ഒരു ജനപ്രീതി പിന്നീടുള്ള തലമുറകൾക്കൊന്നും നേടാൻ പറ്റിയില്ലായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നിരവധി ബ്രാൻഡുകളിൽ നിന്നും കൂടുതൽ ശക്തമായ SUV-കളൊക്കെ വന്നുകൊണ്ടിരുന്നു. Q7 കൂടുതൽ ക്യൂട്ടായി വന്നുകൊണ്ടിരുന്നുവെങ്കിൽ പോലും ആൾക്കാരെല്ലാവരും കൂടുതൽ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള SUV-കളൊക്കെയായിരുന്നു പോയിരുന്നത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട Q7 മോഡൽ ഏതാണെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും.